എന്താ കാശ് വല്ലതും വേണോ? വേണ്ട. പിന്നെന്താ? ഇന്ന് കോളേജിൽ നടക്കുന്ന സംഗീത മത്സരത്തിൽ ജയിച്ച തഞ്ചാവൂര് ചെമ്പൈ സംഗീതോത്സവത്തിന് പാടാൻ അവസരം കിട്ടും. ഓ, അതാണോ ഇപ്പൊ വലിയ കാര്യം? നീ അവിടെ എവിടെയും പോയി പാടി കിട്ടുന്ന കാശ് കൊണ്ട് വേണോ നമുക്ക് കഞ്ഞി കുടിക്കാൻ? കാശിനല്ലോ ബാപ്പ, ആ വേദിയിൽ പാടാൻ കഴിയാന്ന് പറഞ്ഞ മഹാഭാഗ്യ. എന്നെ അനുഗ്രഹിക്കണം. ഇല്ല, ഇക്കാര്യത്തിൽ നീ അത് പ്രതീക്ഷിക്കണ്ട. നീ പാട്ടും കൂത്തും ഒക്കെ നിർത്തി ബാപ്പായുടെ കൂടെ മരക്കച്ചവടത്തിനിറങ്ങ്. എന്നിട്ടൊരു കുടുംബമായിട്ട് ജീവിക്കാനുള്ള വഴി നോക്ക്. എടാ, നിന്റെ ഈ പ്രായത്തിലേ എന്റെ ബാപ്പാന്റെ 10 കാശ് ഇറന്നു വാങ്ങിച്ച് ഞാൻ ജീവിച്ചിട്ടില്ല. നിനക്കും ബാപ്പയ്ക്ക് കാശ് ഈ ഒറ്റ ചിന്തയുള്ളൂ. മരക്കച്ചവടക്കാരന് സംഗീതം അറിയായിരുന്നെങ്കിൽ എന്റെ അമ്മ ഇന്ന് ലോക പ്രശസ്തയായനെ. അവൻ ഈ പറഞ്ഞതൊക്കെ നിന്റെ മനസ്സിലുണ്ടോ? അങ്ങനൊരു മോഹം ഉണ്ടായിരുന്നെങ്കിൽ കൂടെ ഇറങ്ങി പോരില്ലായിരുന്നല്ലോ. ബാപ്പയുടെ അനുഗ്രഹം വാങ്ങിക്കാനാ അവൻ ഓടിപ്പിടഞ്ഞെത്തിയത്. അത് കിട്ടാത്തതിലുള്ള ദേഷ്യ എന്തിനാ ഇങ്ങനെ പെരുമാറിയേ? ജീവിതത്തിൽ അവൻ തോൽക്കാതിരിക്കാൻ വാശിയുണ്ടാവാൻ. എന്താടാ ഇത്? അറക്കവാള്. എന്തിനീ? മരം മുറിക്കാൻ. വീണയും ചെണ്ടയും പിടിക്കണ കയ്യില് മരം പിടിക്കാനുള്ള കഴിവുണ്ടോടാ കള്ള. എന്താ നിന്റെ മോത്തൊരു ഇക്കുമത്ത്? ഇക്കുമത്താ? വല്ലായിക വയറ്റിന്ന് പോയിട്ടില്ല. കൊച്ചു ആന്റി പറമാച്ച് കഴിക്കടാ. ഈ കുത്തിക്കളഞ്ഞ് ഈ എവിടെ പോണ്? ഈ എങ്ങോട്ടാന്ന് പറ, നമ്മൾ ജീപ്പി കൊണ്ടുവന്നാക്കാം. നിങ്ങൾക്കൊന്നും പിടിക്കാത്ത സ്ഥല സംഗീത കോളേജ്. ഞമ്മക്കൊരുത്തനെ പിടിക്കണ സ്ഥലമാണ് സംഗീത കോളേജ്. വണ്ടിയിലോട്ട് ഇടി കൊണ്ടാ കൊണ്ടേനെ. പക്ഷെ നമ്മള് മോം വെച്ച് ബ്ലോക്ക് ചെയ്ത് അവന്റെ ഒടുക്കത്തെ കുത്ത്. കിരീടം ചെങ്കോലിന്റെ കാര്യത്തിൽ ഇന്ന് നമ്മള് തീരുമാനത്തിലെത്തണം. കഴിക്കാൻ എന്താ വേണ്ടത്? ഒന്നും വേണ്ടെങ്കിൽ ബോണ്ട വേണ്ടേ? ബോണ്ട വേണ്ടെങ്കിൽ പിന്നെ എന്താ വേണ്ടത്? ഒന്നും വേണ്ട. ഒന്നും വേണമെങ്കിൽ പിന്നെ മിണ്ടായിട്ടോ. കടിയുണ്ടോ? കടി ഉണ്ടായിരുന്നു. ഡോക്ടറെ കേട്ടപ്പോ മാറി. എന്നാലും 4 ബുൾസൈ. അവിടെ 4 ബുൾസൈ. ഇവിടെ എന്താ വേണ്ടത്? ഒരു പ്ലേറ്റ് കിരീടം, ഒരു പ്ലേറ്റ് ചെങ്കോലും. കുടിക്കാനോ? നിന്റെ ചോര. കടിക്കാൻ കിരീടം, കുടിക്കാൻ ചോര. ഇതെന്താ ഡ്രാക്കുള ഫാമിലിയാ? നീ എന്തിനാടാ ഓടാൻ നോക്കിയത്? നിങ്ങൾക്ക് ചായ പറയാൻ ഓടിയതാ. ആ ചായ പറയാൻ പുറത്തേക്ക് ഓർമ്മ എന്തിനാടാ? പരിചയക്കാര് വന്നാ നല്ല ചായ ഞാൻ പുറത്തുനിന്ന് മേടിച്ചു കൊടുക്കാം. അതുകൊണ്ടാ. അന്റെ വേഷം കെട്ടൊന്നും നമ്മളോട് നടപ്പില്ല. എവിടെയാടാ കിരീടം ചെങ്കോലും? ഒന്നിനും നമ്മുടെ കാശുതാ, അല്ലെങ്കിൽ നമുക്ക് സാധനം താ. ഞാനൊരു സത്യം പറഞ്ഞോട്ടെ? സത്യം പറയാനും സമ്മതിക്കൂലേ? നിങ്ങൾ തന്ന കാശ് കൊട്ടാരത്തിലെ പൂജാരിക്ക് അഡ്വാൻസ് ആയിട്ട് ഞാൻ കൊടുത്തു. അത് കട്ടെടുക്കാൻ ഏൽപ്പിച്ചിരിക്ക. 10 ദിവസത്തിലെ ഞാൻ തരാം. ഇന്ന് മുതൽ 10 ദിവസത്തിന്, അതായത് 7 days. അതിനകം തന്നില്ലെങ്കിൽ നിന്റെ തലച്ചോറ് ഞങ്ങൾ എടുക്കും. ഇല്ലാത്തവർക്ക് ഞാൻ അതും കൊടുക്കും. തമാശ പറയുന്നോടാ തെച്ചാലേ. കൃത്യസമയത്ത് കിരീടം ചെങ്കോലും തന്നില്ലെങ്കിൽ നിന്റെ കുടലെ ഞങ്ങൾ എടുത്ത് പോട്ടിക്കറി വെച്ച് പട്ടിക്കിട്ട് കൊടുക്കും. തെറ്റു പറ്റിപ്പോയി, മാപ്പാക്കണം. വേണ്ട, എന്റെ കൺമുമ്പിൽ കണ്ടുപോരുത്. എന്താ ആന്റണി, പക്കമേളക്കാരെ ശ്രുതി തെറ്റിച്ചല്ലോ. എന്തൊക്കെയോ കളിയുണ്ട്. എങ്കിലും സുലൈമാനെ ജയിക്കൂ. പോട്ടെ, പോട്ടെ, നീയും ജയിക്കൂ. ഡിയർ സ്റ്റുഡൻസ്, ഇന്നിവിടെ നടന്ന വാശിയേറിയ മത്സരത്തിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി വിജയിച്ചതായി പ്രഖ്യാപിക്കുന്നു. ഇത് ചതിയാ. സുലൈമാനെ മനഃപൂർവ്വം തോൽപ്പിച്ചതാ. സുലൈമാനെ, ഞാൻ എങ്ങനെ എന്റെ ബാപ്പയെ ഫേസ് ചെയ്യും? നിന്റെ പ്രശ്നത്തിൽ ഇടപെട്ട് ആന്റണി ഉണ്ണികൃഷ്ണനുമായിട്ട് ഉടക്കി. അവൻ ആന്റണിയെ കുത്തിയടാ. എന്നിട്ട് അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഒന്നേ, ഒരുത്തനെ കുത്തി മറത്തിട്ട് മുങ്ങാൻ നോക്കാണല്ലടാ. ഞാൻ എന്ത് ദ്രോഹാണോ നിന്നോട് ചെയ്തത്? ഒരു മത്സരത്തിൽ ജയിക്കാനായിരുന്നോടാ നീ ഇതൊക്കെ കാണിച്ച്? എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതിന് പിന്മാറി തരുമായിരുന്നില്ലേ? ഈ നേട്ടൊന്നും ശാശ്വതമല്ലടാ, ശാശ്വതമല്ല. സുലൈമാനെ, നീയെങ്കിലും എന്നെ വിശ്വസിക്ക്. ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യം നീ തെറ്റിദ്ധരിച്ചിരിക്കണേ. നീ ഒരു പുല്ലും പറയണ്ടടാ ബാസ്റ്റർഡ്. സംസാരിച്ചിട്ട് കാര്യമില്ല. ആന്റണിക്ക് എന്തെങ്കിലും പറ്റിയാ? ആന്റണിയുടെ ആൾക്കാരെന്ന് തോന്നുന്നു. വന്നേ, വാ. ഈ സംഗീത കോളേജ് പഠിക്കുന്ന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മോളിലുണ്ട്.
അതെ, ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ റൂം ഏതാ? 219 നേരെ പോയാ മതി. അത് സുലൈമാന്റെ മുറിയല്ലേ? ആ വന്നവര് ആന്റണിയുടെ ആൾക്കാരാ. അവർക്ക് നിന്നെ അറിയില്ല. തൽക്കാലം അടി ആവാൻ കൊള്ളട്ടെ. നീ അല്ല, അത് നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ തഞ്ചാവൂരിൽ നിന്ന് വരിക. ചെമ്പൈ സംഗീതോത്സവത്തിന്റെ ഭാരവാഹികളാ. ഇരിക്കേ. നാളെ പാടേണ്ടിയിരുന്ന തിരുപ്പതി നാരായണ സ്വാമികൾക്ക് പെട്ടെന്നൊരു നെഞ്ചുവേദന. അയ്യോ. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. അതുകൊണ്ട് പ്രോഗ്രാമിന് ചെറിയൊരു മാറ്റം. നാളത്തെ അവസരം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്കായി. പ്രിൻസിപ്പാളിനെ വിളിച്ച് പെർമിഷൻ മേടിച്ചിട്ടുണ്ടേ. നമുക്ക് ഉടനെ പുറപ്പെടണം. അത് ഞാൻ എങ്ങനെ പെട്ടെന്ന് റെഡിയാവുന്നല്ലേ? ഏയ് അല്ലല്ല, ഉണ്ണികൃഷ്ണൻ നമ്പൂരി ഇങ്ങോട്ട് വരിക. ഒരു മിനിറ്റ് വന്നേ. നീ എന്തിനാ അവരുടെ മുമ്പിൽ വെച്ച് എന്നെ ഉണ്ണികൃഷ്ണൻ നമ്പൂരി എന്ന് വിളിച്ചേ? കാര്യമുണ്ട്. എടാ, ഇതാ പറഞ്ഞ ദൈവം എന്ന് പറഞ്ഞ ഒരുത്ത മുകളിലുണ്ടെന്ന്. നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമല്ലേ ചെമ്പൈ സംഗീതോത്സവത്തിൽ പാടുക എന്നുള്ളത്? നീ അവരോട് ചെല്ലേ, പിന്നെ വന്നോടത്ത് വെച്ച് കാണാന്നേ. അഗസ്ത്യ, നീ എന്തായി പറയണേ? ഒന്നും പറയണ്ട. നിന്നെ ചതിച്ചവൻ നേടിയത് നിനക്ക് തിരിച്ചു കിട്ടിയെന്ന് കരുതിയാ മതി. അത് ശരിയല്ല. വേണ്ട വേണ്ട. ഒരു നിമിഷം കൊണ്ട് ഇത് തട്ടിത്തെറിപ്പിച്ചാൽ ജീവിതത്തിൽ നിന്റെ ഒരു മോഹം എന്നും ബാക്കിയാവും. അതെ, ഞാൻ പോണോ? വണ്ടിയിൽ ഭാരവാഹികൾ ഇരിക്കണം. ഞാനല്ലേ പറയണ, ചെല്ല് വാ. അഗസ്ത്യ, ആന്റണിയുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ ചെല്ല്, പോയിട്ട് വാ. ചെല്ല്. ഞാൻ ഇത് തന്നെയാ. നിർത്ത. ഉണ്ണികൃഷ്ണൻ നമ്പൂരി ഒന്ന് കാണണല്ലോ. എന്തിനാ? ഒരു ഗുണമുള്ള കാര്യത്തിനാ. ഗുണമുള്ള കാര്യത്തിനാണെങ്കിൽ പറയാം. ചെമ്പൈ സംഗീതോത്സവത്തിന് പാടാൻ തഞ്ചാവൂർക്ക് പോയി. അയ്യോ, പോവും. ഗവിളി ചലിച്ചപ്പോഴേ എനിക്കറിയാം ആളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ആട്ടെ, എപ്പോഴാ മടക്കം? അത് പറയാൻ പറ്റില്ല. എന്താ പറയാൻ പറ്റാത്തെ? അത് അടിപൊളിയായിട്ട് അവിടെ പാടിക്കഴിഞ്ഞാൽ ഊട്ടി, കൊടൈക്കനാൽ, ബോംബെ, മൈസൂർ, ബാംഗ്ലൂർ, ചൈന, അങ്ങനെ പല സ്ഥലങ്ങളിലും പോയിരിക്കും. പിന്നെ അത്രയ്ക്ക് അത്യാവശ്യം നേരെ തഞ്ചാവൂർക്ക് കിട്ടോ. അവിടെ ഏകാംബര സ്വാമി ക്ഷേത്ര മണ്ഡപത്തിലാണ് കച്ചേരി. മാത്താണ്ടം വണ്ടി തഞ്ചാവൂർക്ക് പോട്ടെ. എന്ത് പേരെന്നാ പറഞ്ഞേ? വണ്ടി പോയി പേര്. എന്റെ ഈശ്വരാ, പോട്ട വണ്ടി കൊണ്ടുപോയില്ല. നിക്കടാ അവിടെ. ഒന്ന് മാറി ഇന്ന് പുറത്തൊക്കെ പിന്നെ പൊതുപ്പിക്കാം. മോനെ ഉണ്ണികൃഷ്ണ, ഞാൻ ഗോവിന്ദൻ നായര് നിന്റെ വീട്ടിൽ പോയിരുന്നു. എന്റെ വീട്ടിലേക്കോ? എന്തിന്? നിന്നെ കൂട്ടിക്കൊണ്ടുപോവാൻ. ഒരു വലിയ യാഗത്തിന്റെ തലപ്പത്തിരിക്കാൻ ശ്രേഷ്ഠന്മാർ വേറെ ഉണ്ടെങ്കിലും പ്രശ്നവശ വിധി നിനക്കല്ലേ. ആള് മാറിപ്പോയതായിരിക്കും. നീ ബ്രഹ്മദത്തൻ നമ്പൂരിയുടെ മകൻ ഉണ്ണികൃഷ്ണനല്ലേ? അതെ, പക്ഷേ ഇനി ഒന്നും പറയണ്ട. ബാക്കിയൊക്കെ തിരുമനസിന്റെ അടുത്ത് ബോധിപ്പിച്ചാൽ മതി. മാർത്താണ്ട പല്ലിയലക്കുന്നതിന് മുമ്പ് ഇതെത്തെ പിടിച്ച് വണ്ടി കെട്ട്. എന്നെ വിട്. എന്നെ അങ്ങോട്ടെ കൊണ്ടുപോകുന്നേ? ഉദയപുരം കൊട്ടാരത്തിലേക്ക്. വരിക. ഞാൻ പോയി തിരുമനസിനെ വിളിച്ചിട്ട് വരാം. കണ്ടിട്ടൊരു നമ്പൂരിയുടെ ഛായ തോന്നുന്നില്ല. അത് ഞാൻ ദൂരയാത്ര കഴിഞ്ഞ് വരുന്നോണ്ട് തോന്നുന്ന. നമ്മളാരാ? നോം പരശു നമ്പൂരി, പ്രധാന ശാന്തി. ഏത് ക്ഷേത്രത്തിലെ പൂജാരിയാ? കുരുക്ഷേത്രത്തിലെ. നന്നായി വരും. പണ്ട് അച്ഛന്റെ കയ്യും പിടിച്ച് ഈ കൊട്ടാരത്തിലേക്ക് ആദ്യം വന്നത് ഓർമ്മയുണ്ടോ? ഇല്ല, അമ്മ പറഞ്ഞുള്ള അറിവുണ്ട്. അമ്മയോ? അല്ല, അച്ഛൻ പറഞ്ഞിട്ടുള്ള അറിവ്. ഗോന്നാരെ, ഉണ്ണിക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കാൻ പറയൂ. ഗോന്നാരെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലേ? പൂവ്, ദോഷങ്ങൾ കൊണ്ട് വേലയ്ക്കുള്ള തടസ്സങ്ങൾ. ജന്മവശാലുള്ള ദോഷങ്ങളല്ല, ഈ കൊട്ടാരത്തിൽ പിറന്ന മറ്റൊരു ജന്മം വരുത്തിവെച്ച ദോഷങ്ങൾ. ഞാനും പൂർവികരും അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ സകല തെറ്റിനും മാപ്പ് പറഞ്ഞ് എന്റെ കൊച്ചുമകൾക്ക് വേണ്ടി ഒരു പ്രായശ്ചിത്തം. സ്വയംവരയാഗത്തിന്റെ പേരിൽ അത്രയേ ഉള്ളൂ. എനിക്കും ഈ പൂജയില് വലിയ നിശ്ചയില്ല. സംഗീതത്തിലാണ് താല്പര്യം അല്ലേ?
താൻ യജമാന സ്ഥാനത്ത് ഇരുന്നാ മതിയിടോ. തമ്പുരാനെ പൂജ അറിയാത്ത ആളെ കൊണ്ട് പൂജ ചെയ്യിച്ചാൽ അത് പൂജയെ ബാധിക്കും. ഉണ്ണികൃഷ്ണന്റെ മനസ്സും ശരീരവും പ്രാർത്ഥനയും മാത്രം മതി ഇവിടെ. കർമ്മങ്ങൾ ചെയ്യാൻ നമ്പൂതിരിമാരിൽ പ്രഗത്ഭന്മാരുണ്ടല്ലോ. വരിക. ആ നിന്റെ കോളേജിൽ നിന്ന് ഒരുത്തം വന്നിരിക്കണു അപ്പുറത്ത്. ആര്? ഉണ്ണികൃഷ്ണൻ നമ്പൂരി. ഉണ്ണികൃഷ്ണൻ നമ്പൂരിയോ? നമ്മുടെ ഗോപികയുടെ സ്വയംവര പൂജ നടത്താൻ വേണ്ടി കൊണ്ടുവന്നതാ. നിന്നെ പരിചയമുണ്ടോന്ന് ചോദിക്കാനും ഞാൻ മറന്നു. എന്താ? ഹായ് പുഷ്പം. ഇതിന്റെ വീക്ക്നെസ്സാ. ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് അങ്ങ് വെച്ചേക്കോ. ഒറിജിനൽ വെക്കണേ. ഇങ്ങോട്ട് കൊണ്ടുവരിക. തിരുമേനി എന്താ പിന്നീ കിടന്ന് ഇങ്ങനെ തിരിഞ്ഞു കളിക്കണേ? മുന്നിലേക്ക് ഇങ്ങോട്ട് വരൂ. ഇതാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. ഉണ്ണികൃഷ്ണൻ നീ അറിയില്ല? ഒരേ കോളേജിൽ പഠിക്കുന്നവരാകുമ്പോ അറിയുന്നു കരുതി. അസലായിട്ട് പാടും. തഞ്ചാവൂര് സംഗീതോത്സവത്തിന് പാട്ട് കേട്ടു. ബഹുകേമം. ഒരു പിടിവലി നടത്തിട്ടാ കൂടെ പോന്നേ. നോക്കി നിൽക്കാണ്ട് അങ്ങോട്ട് കൊടുക്കുക. വേണ്ടായിരുന്നു. എന്റെ കൊച്ചുമോള. ഏയ് അങ്ങനൊന്നുമില്ല. ആയിക്കോട്ടെ. നീ അങ്ങോട്ട് ചെല്ലേ. പോകുന്നേരെ ഉണ്ണിക്ക് വേണ്ട സൗകര്യങ്ങൾ എന്താണെന്ന് വെച്ചാ കൊടുക്ക. സുലൈമാനെ, പഞ്ചപാവായിരുന്ന സുലൈമാന് എവിടുന്ന് കിട്ടി ഇത്രയേറെ കള്ളത്തരങ്ങള്? മത്സരത്തിൽ തോറ്റിട്ടും ഉണ്ണികൃഷ്ണനായി പാടാൻ പോവാ. കൊട്ടാരത്തിലെ പൂജയ്ക്ക് എത്തുക. തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറയാം. തഞ്ചാവൂര് പാടാൻ പോയത് കള്ളത്തരത്തില. ആഗ്രഹമായിരുന്നു. പക്ഷേ ഇങ്ങോട്ട് വരണമെന്ന് ഒരിക്കൽ പോലും വിചാരിച്ചല്ല. ശ്രീലക്ഷ്മിയുടെ അച്ഛൻ ആള് മാറി ബലമായിട്ട് കൊണ്ടുവന്ന പിന്നെ ഉദയപുരം കൊട്ടാരത്തിലേക്കാന്ന് അറിഞ്ഞപ്പോ വരാതിരിക്കാനും കഴിഞ്ഞില്ല. അതെന്താ? എന്നെങ്കിലും ഒരിക്കല് ഈ കൊട്ടാരമുറ്റത്ത് കാല് കുത്തണമെന്ന് വിചാരിച്ച സാധിച്ചു. കാണേണ്ടവരൊക്കെ നേരി കണ്ടു. നാളെ നേരം പുലരും മുമ്പ് സ്ഥലം വിട്ടോളാം. അതുവരെ ഉപദ്രവിക്കരുത്. പോകാൻ സമ്മതിച്ചില്ലെങ്കിലോ? ജാതിയിലും മതത്തിലൊന്നും എനിക്ക് വിശ്വാസമില്ല. ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് തെറ്റു പൊറുക്കണേന്നും പറഞ്ഞ് പൂജാരിയെ നിന്നോളൂ. പൂജാ പുസ്തകങ്ങളൊക്കെ ഞാൻ തരാം. വായിച്ചു പഠിക്കേ. ഈ ചങ്ങാതി പൂണലിട്ട് ഒരു നമ്പൂരിക്കുട്ടിയെ കണ്ടോണ്ടിരിക്കാൻ എനിക്കിഷ്ടാ. അപ്പം ഇവിടെ കൂടല്ലേ? ആരാത്? ഇളയ തമ്പുരാട്ടിയാ. രാവെന്നോ പകലൊന്നും ഇല്ല. പട്ടാണോ? ചെസ് കളിക്കാനാ. അയ്യോ. എന്നാലോട്ട് ഞാൻ ജയിക്കാനും പാടില്ല. കുശുംബിയാ. ശ്രീലക്ഷ്മി പിന്നെയും വിളിച്ചു. വരട്ടെ. കുറച്ചു നാളേക്ക് ശല്യമില്ലായിരുന്നു. കലാമണ്ഡലം ഒന്ന് തുറന്നാൽ ഞാൻ രക്ഷപ്പെട്ടു. അവിടെ മോഹിനിയാട്ടത്തി ഒന്നാമതാ കുട്ടി. അയ്യോ. പ്രശ്നമായി ആകെ പ്രശ്നമായി. ചീത്ത മുഴുവൻ എനിക്ക്. എങ്ങനെ പറയാതിരിക്കും? ആളെ കൊണ്ടുവന്ന് ഞാനല്ലേ. ഉത്തരവാദിത്തം എനിക്കല്ലേ. താനൊക്കെ കൂടെ എന്നെ ഭ്രാന്തി പിടിപ്പിക്കും. ഗൗളി പിന്നെയും ചലിച്ചു. ഇതെന്റെ പുറകെ കൂടിയിരിക്കുക. എന്റെ പോകട്ടെ പോവൂ. എന്താ പ്രശ്നം? താൻ എന്ത് വിവരദോഷ കാണിച്ചേ? ആ കുട്ടിയോട് എന്തിനാ വഴക്കുണ്ടാക്കാൻ പോയേ? ഏത് കുട്ടിയോട്? ഇവിടത്തെ ഗോപിയാ തമ്പുരാട്ടിയോട്. ആ കുട്ടി വലിയ ദേഷ്യത്തിലാ. താൻ ചെന്ന് മാപ്പ് പറയാനായിട്ട് ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ഗോവിന്ദേട്ടൻ കേൾക്കുക. ആരോ സ്വരം പാടുന്നത് കേട്ട് ഞാൻ കുളക്കടവിലേക്ക് ചെന്നു. പാടുന്നതോ തെറ്റ്. ഞാൻ പറഞ്ഞു കൊടുത്തപ്പോ ആ കുട്ടിക്കകത്ത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെയും കുട്ടി പാടി. വീണ്ടും തെറ്റി. അപ്പൊ ഞാൻ പിന്നെയും പാടി. ഉടനെ ആ കുട്ടി ഈറനോടെ കുളക്കടവി എന്ന് കയറി വന്ന് എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കി. എന്നിട്ട് കഴുത്തം വെട്ടിച്ച് ഇങ്ങനെ ഒരു പോക്ക എന്റെ കണ്ണുള്ളി. കണ്ടുവല്ലേ? ഈറനോടെ കണ്ടുവല്ലേ? എന്നാ അതായിരിക്കും കുഴപ്പമായത്. എന്തായാലും സംഗതി തിരുമനസിന്റെ ചെവിട്ടിൽ തിരികണു. എല്ലാ തമാശയാ. ഒരു ലോകൈക സംഗീതജ്ഞൻ വന്നിരിക്കുന്നു. പൂജ ചെയ്യാൻ എത്തിയതെങ്കിൽ അത് ചെയ്താ പോരെ. എന്നെ പാട്ട് പഠിപ്പിക്കാൻ അയാൾ ആരാ? പഠിപ്പിച്ചതൊന്നുമല്ല. തെറ്റിയപ്പോ ഒന്ന് തിരുത്തിന്ന് മാത്രം. തെറ്റ് തിരുത്താൻ ഇയാൾ ആരാ? ത്യാഗരാജസ്വാമികളോ? മാപ്പ് പറഞ്ഞ പ്രശ്നം തീർത്തേക്ക്. തെറ്റ് ചെയ്തവർ പറയേണ്ടതല്ലേ മാപ്പ്? ഒരു തമ്പുരാട്ടിക്കുട്ടിയോട് ഇങ്ങനെ സംസാരിക്കുക? തിരുവായിക്ക് എതിർവായില്ലേ എന്നറിയില്ലേ തനിക്ക്? ഇയാളോട് എങ്ങോട്ടെങ്കിലും ഒന്ന് പോവാൻ പറന്റെ തിരുമനസേ. ദയവ് ചെയ്ത് ഒന്ന് മാറി നിൽക്കൂ. മാറി എന്നാ ഇതിൽ ഇടപെടാൻ പറ്റുമോ? പരശുതമ്പൂരി ഇതിൽ ഇടപെടണ്ട. കുട്ടികൾ തമ്മിലുള്ള കാര്യം അവര് തീർത്തോളും. ഞാൻ ചെയ്തത് തെറ്റാണെങ്കില് വലിയ തിരുമനസ് പൊറുക്കണം. അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ. ഇത് ഞാനും നിങ്ങളും തമ്മിലുള്ള പ്രശ്ന. തിരുമനസ് പുറത്തിട്ട് കാര്യമില്ല. സംഗീതത്തിൽ അത്ര വലിയ കേമനാണെങ്കിൽ നമുക്കൊന്ന് മത്സരിക്കാം. ഞാൻ തോറ്റ തെറ്റെന്റേത്. ഞാൻ നിങ്ങളോട് മാപ്പ് പറയും. ഞാൻ ജയിച്ച തെറ്റ് നിങ്ങളുടേത്. നിങ്ങൾ എന്നോട് മാപ്പ് പറയണം. മത്സരത്തിനൊന്നും ഞാനില്ല. എന്താ പേടിച്ചിട്ടാണോ? ഞാൻ പോയില്ലേ? എന്താടോ മത്സരിച്ചൂടെ? ആര് ജയിച്ചാലും തോറ്റാലും സംഗീതല്ലേ, കേക്കാലോ. നോക്കാം.
എങ്കിലും ഒരുക്കങ്ങളായിക്കോട്ടെ. കൊള്ളാം മോളെ, കണ്ടോടോ. തെറ്റ് ഞാൻ സമ്മതിച്ചു. തമ്പുരാട്ടിയുടെ മുമ്പില് ഞാൻ തോറ്റിരിക്കണം. മാപ്പ. എന്റെ മോക്ക് മുത്തച്ഛന്റെ സമ്മാനം.